പഠിച്ച തൊഴിലല്ലേ, ആ തൊഴിൽ അന്തസ്സായിട്ട് അഭിമാനത്തോടെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു ദുഃഖമില്ല. എനിക്ക് വളരെ സന്തോഷം. ഒരു 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഇവരെ കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കി ഇവിടെ നിർത്തിയിട്ട് കാടിയൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഒരുക്കിയിട്ട് മുമ്പിൽ എണ്ണയൊക്കെ തേച്ചിട്ട് അവരെ തണുപ്പത്ത് മാറ്റി കിട്ടും. ഇതാ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. എത്ര പശുക്കളുണ്ട്? എല്ലാം കൂടെ 11 പേരുണ്ട്. കാർഷിക മേഖലയിൽ നിന്ന് അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും വലിയ മാറ്റങ്ങൾ ഈ സംസ്ഥാനത്തുണ്ടാവും. അന്യ സംസ്ഥാനത്തു നിന്ന് ചരക്ക് ലോറി കാത്തിരിക്കേണ്ട കാര്യം നമുക്കില്ല. വാസ്തവത്തിൽ ആളുകളുടെ മനോഭാവം മാറി. നമുക്കവരെ തിരുത്താനൊന്നും കഴിയുന്ന കാലമല്ല. എന്നെ കണ്ട ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത്രയും സന്തോഷം എനിക്കുണ്ടാവും. എല്ലാത്തരം കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ അറിയാം. ഓരോരുത്തരോടുത്ത് ചെയ്യുമ്പം വലിയ മാറ്റം ഉണ്ടാവത്തില്ല. ഇതിനകത്ത് എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം. കായികമായ അധ്വാനം വേണം. നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തനായ ഒരാളെയാണ് മറുനാടൻ പരിചയപ്പെടുത്തുന്നത്. ഗവൺമെൻറ് അധ്യാപകനാണ്, ക്ഷീരകർഷകനാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലായ കൊല്ലപ്പണിയും അദ്ദേഹം കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കൃഷിയുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന രഘുത്തമൻ സാറ്. ഉത്തമൻ സാർ എന്നാണ് അദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കുന്നത്. നമസ്കാരം സാറേ. നമസ്കാരം. സാറിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ഒരു 2 വർഷം മുമ്പ് കണ്ടതാണ്. അന്ന് കരുതിയാണ് സാറിനെ വന്ന് കാണണമെന്ന്. എൻ്റെ നാട് കൂടിയാണ് തഴവയുടെ തൊട്ടടുത്താണ് തൊടിയൂർ. ഇതുവഴിയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ സാറിനെ പറ്റി എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞപ്പം വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണെന്ന് തോന്നി. എന്താണ് സാറ് ഈ സർക്കാർ ഉദ്യോഗം ലഭിച്ചിട്ടും ഈ കൃഷിയും അതുപോലെ തന്നെ താങ്കളുടെ കുലത്തൊഴിലായ കൊല്ലപ്പണിയും ഒക്കെ കൊണ്ടു നടന്നത്? ഇതെല്ലാം അങ്ങനെ അന്യം നിന്ന് പോകേണ്ട കാര്യങ്ങളല്ലല്ലോ. കൃഷി മനുഷ്യൻ്റെ ജീവിതത്തിൽ ആഹാരം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല. ആഹാരം മനുഷ്യന് അത്യാവശ്യമാണല്ലോ. ഉൽപ്പാദന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നൊരാഗ്രഹം, പണ്ടേ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വീടായിരുന്നു എൻ്റേത്. അപ്പം അത് കണ്ടും കേട്ടും ഉള്ള ഒരു അനുഭവം ഉണ്ട്. ഇതൊരു പിൻബലമാണ്. പിന്നെ കുലത്തൊഴിൽ ഇത് സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ. എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ കാലം വരെ എങ്കിലും ഇത് പഠിച്ച തൊഴിലല്ലേ, ആ തൊഴിൽ അന്തസ്സായിട്ട് അഭിമാനത്തോടെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു ദുഃഖമില്ല. എനിക്ക് വളരെ സന്തോഷത്തോടെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. സാധാരണ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ തലക്കനമാണ്. അങ്ങനെ തലക്കനം വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിച്ചാൽ കാർഷിക മേഖലയിൽ നിന്ന് അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും വലിയ മാറ്റങ്ങൾ ഈ സംസ്ഥാനത്തുണ്ടാവും. അന്യ സംസ്ഥാനത്തു നിന്ന് ചരക്ക് ലോറി കാത്തിരിക്കേണ്ട കാര്യം നമുക്കില്ല. വാസ്തവത്തിൽ ഇപ്പം ആളുകളുടെ മനോഭാവം മാറി. നമുക്കവരെ തിരുത്താനൊന്നും കഴിയുന്ന കാലമല്ല. പിന്നെ ഇതൊക്കെ എന്നെ കണ്ട ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത്രയും സന്തോഷം എനിക്കുണ്ടാവും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യം, അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും. ഇതെല്ലാം വേണം. ഇതെല്ലാം ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടം വരെ. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളായിട്ടില്ലാതാക്കി. ഇനി തിരിച്ചുവരവില്ല. ഇത് കാരണം അതൊക്കെ അറിയാവുന്ന നാട്ടറിവുകളും ഇത്തരം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകളും ഒക്കെയുള്ള ആളുകളൊക്കെ കാലഹരണപ്പെട്ടു പോയി. പിന്നെ അവരോടൊക്കെ അടുത്ത് കുട്ടിക്കാലത്ത് നിന്ന് ജീവിക്കാൻ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അഭിമാനത്തോടെ അന്തസ്സോടെ നമ്മളിപ്പോഴും കൊണ്ടുപോകുന്നു. ഇത്രമാത്രമാണ് എൻ്റെ കാര്യം. സാറ് എങ്ങനെയാണ് ഈ സർവീസിൽ കയറുന്നത്? ഞാൻ സർവീസിൽ 2000-ലാണ് 1999 ലാസ്റ്റാണ് കയറുന്നത്. അപ്പം ഈ 2024 24 സർവീസായി. ലേറ്റായിട്ടാണോ കിട്ടിയത്? എനിക്കൊരു ഇച്ചിരി ലേറ്റായിട്ടൊക്കെ കിട്ടിയത്. അത് മതി, സന്തോഷം. അതെല്ലാം തൃപ്തനാ. അതിന് മുമ്പ് എന്തായിരുന്നു അധ്യാപകനായിട്ട്? ഞാൻ ട്യൂട്ടോറിയൽ മുഴുവൻ സമയ ട്യൂട്ടോറിയൽ പ്രവർത്തകനായിരുന്നു. കേരളത്തിൽ നമ്മുടെ താലൂക്കിലെ പ്രധാനപ്പെട്ട ട്യൂട്ടോറിയലെല്ലാം നന്നായി പഠിപ്പിച്ച് നല്ലതുപോലെ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഹിന്ദി തന്നെയായിരുന്നു? അതൊന്നും ഹിന്ദി തന്നെയായിരുന്നു. ഭയങ്കര ഇഷ്ടം. എൻ്റെ വിഷയമല്ലേ അതെല്ലാം എനിക്ക് പഠിപ്പിക്കാൻ കഴിയും. അപ്പം ഇതൊക്കെ നല്ലതായിരുന്നു എനിക്ക്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, സന്തോഷം. എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാനിവിടെ തഴവ, എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തഴവ സ്കൂളിലായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി ചവറ ഗവൺമെൻറ് കോളേജിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചു. സാറേ, ഞാനിവിടെ വന്നപ്പം ആദ്യം കാണുന്നത് താങ്കളുടെ അരിമകളായിട്ടുള്ള
പശുക്കിടാവിനെയൊക്കെ അതിൻ്റെ എണ്ണയൊക്കെ തേച്ച് അതിന് കുറിയൊക്കെ തൊടുന്നതൊക്കെ കണ്ടു. ഞാൻ എങ്ങും അത് കണ്ടിട്ടില്ല, തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളൂ. സാർ എന്താണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? ഇത് നാടൻ പശുക്കളാണ്. ഇത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സങ്കരയിനം പശുക്കളല്ല. അതതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ ഒരു കാലഘട്ടം വരെ വളരെ പുണ്യമായിട്ട് വളരെ ഐശ്വര്യമായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പഴമക്കാർ കൊണ്ടു നടന്ന ഒരു കാര്യമാണ്. ഇപ്പം അതിന് അക്കാലമൊക്കെ മാറി. ക്ഷീരമേഖലയിൽ 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്നവരാണ്. പണിയെടുക്കുകയല്ല, ക്ഷീരമേഖലയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പം ആ സമയത്ത് അത്തരം കന്നാലികളെ വളർത്തി അതിൽ നിന്ന് ആദായമെടുത്ത് ജീവിക്കുന്നവരാണ് വളരെയധികം ലക്ഷക്കണക്കായിട്ടുള്ള ആളുകളുണ്ട് ക്ഷീരമേഖല നിൽക്കുന്നവർ. യൂണിറ്റുകളാണ്. കാരണമെന്ന് പറഞ്ഞാൽ അത് 2.5 ലിറ്റർ പാല് 5 ലിറ്റർ പാല് വരെ കിട്ടുന്ന പശുക്കൾ എനിക്കുണ്ട്. അത് നല്ല പാലാണ്. നമ്മൾ പെല്ലറ്റൊന്നും അല്ലെങ്കിൽ കൃത്രിമാഹാരമൊന്നും കൊടുത്ത് വളർത്തുന്നതല്ല. ഞാൻ ആ ചാണകം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇത് മുറുകിയ ചാണകമാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കുളിപ്പിക്കാനും ഇതിനെ കറക്കാനും ഒന്നും വലിയ ശല്യമൊന്നും ഇല്ലാത്തവരാണ്. പിന്നെ നല്ല പാല്, കുറേ കൃഷിയുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചാണകം, ഇതെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോയെങ്കിലെല്ലാം നടക്കും. നമുക്ക് ചാണകം ഇങ്ങനെ ഒരുക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് അതൊരുക്കുന്നത്. അവർ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കന്നുകാലികളല്ലേ, അവരുടെ ഒരു സൗന്ദര്യ സംരക്ഷണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിൻ്റെ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം കൂടിയുണ്ട്. അവർക്ക് ഇങ്ങനെ നിൽക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് അവരെല്ലാം തൊട്ട് തൊഴുതിന് ശേഷം ഒരു ദിവസം തുടങ്ങുന്നു. അതിലൂടെയാണ് എൻ്റെ ഒരു ദിവസം. അവരെല്ലാം വന്നിട്ട് അവരെല്ലാം കൈയും മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്ന് അവരെല്ലാം തൊട്ട് തൊഴുത് വണങ്ങിയിട്ടാണ് എൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം എരുത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് എരുത്തിൽ നിന്ന് പിന്നെ അവരെ അഴിച്ച് പുറത്തിറക്കുന്നത്. രാവിലെ എഴുന്നേക്കുമെന്ന് പറഞ്ഞാൽ 4 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് വന്നിട്ട് ഇവരെ കണി കണ്ട് തൊഴുന്നതിന് ശേഷം പിന്നെ കുളിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളാണ്. പിന്നെ അഴിച്ചിറക്കി പുറത്തേക്ക് ഇറക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി മാറ്റിക്കെട്ടിയതിന് ശേഷം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിക്കാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നുമില്ല, വെറും പച്ചവെള്ളത്തിൽ. അവരുടെ ദേഹത്തൊന്നും അങ്ങനെ അഴുക്ക് പറ്റത്തില്ല. ചുമ്മാതെ വെള്ളം ചീറ്റത്തതേ ഉള്ളൂ. അല്ല തേച്ച് കുളിപ്പിക്കേണ്ടി വരുന്നില്ല. വാസ്തവത്തിൽ അഴുക്കൊന്നുമില്ല അവരുടെ ദേഹത്തൊന്നും. പിന്നീട് മാറ്റിക്കെട്ടിയതിന് ശേഷം ചാണകം വാരും, തൊഴുത്ത് വൃത്തിയാക്കും. ചാണകം വാരി അത് കൊണ്ട് കളഞ്ഞതിന് ശേഷം പിന്നെ അവർ കാടി കൊടുത്ത് എല്ലാവരും കാടിയെ കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ഇവരെ 1-2 പൊട്ടുമൊക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് സന്തോഷമായിട്ട് നിർത്തി കുട്ടികളാക്കി നിർത്തിയിട്ടാണ് ഞാനൊരു സ്കൂളിൽ പോലും പോണത്. അതെ, എല്ലാ ദിവസവും ചെയ്യുന്ന പ്രക്രിയ. എത്ര സമയം എടുക്കും ഇതിനെല്ലാം? ഒരു 4 മണിക്ക് എഴുന്നേറ്റാൽ ഒരു 9 മണി 9:15 ആകുമ്പോഴേ എൻ്റെ ഇത് തീരുകയുള്ളൂ. എൻ്റെ ജോലി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിച്ചിട്ട് സ്കൂളിലേക്ക് പോകും. ഇപ്പം ഇവിടെ കണ്ടത് ഏതൊക്കെ ഇനം പശുക്കളാണ് എന്ന് പറയുമ്പോൾ കാങ്കയം, തമിഴ്നാടിൻ്റെ കാങ്കയം പശുവുണ്ട്, കൃഷ്ണ പശുവുണ്ട്, ഹള്ളിക്കറുണ്ട്, വെച്ചൂരുണ്ട്, കാസർഗോഡ് കുള്ളനുണ്ട്, പുങ്കന്നൂരുണ്ട്, സഹ്യവാളുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പാല് എത്ര എണ്ണത്തിന് കറക്കും? ഇപ്പം 5-ാം തീയതി രാത്രി 12:40 ഒരു കുട്ടി പ്രസവിച്ച് 5-ാം തീയതി മാർച്ച് 5-ാം തീയതി. അപ്പോൾ അതിനിപ്പോൾ ഒരു 7 ദിവസം കഴിയാൻ നമ്മൾ അതിൻ്റെ പാൽ ഉപയോഗിക്കാൻ തുടങ്ങത്തില്ല. ബാക്കി അത് പിഴിഞ്ഞ് കുട്ടിക്ക് കൊടുത്ത് പച്ച ഉറകാച്ചിയൊക്കെ വെച്ച് ഉപയോഗിക്കും. എല്ലാവർക്കും കൊടുക്കുമോ? ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കൊണ്ട് പോകും. ഇവിടെ സ്ഥിരമായി വരുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാം. അവർ വന്നോളും, വാങ്ങിക്കോളും. അതിന് പാലൊന്നും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചിലവായി പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ സന്തോഷമാണ്. പിന്നെ സാറിൻ്റെ അടുത്തൊരു തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലത്തൊഴിലാണ്. അത് കുലത്തൊഴിലാണ്. എല്ലാത്തരം കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ അറിയാം. നമ്മുടെ കാർഷിക മേഖലയിൽ പണ്ട് തൂമ്പ, മമ്മട്ടി, കുന്താലി, കോടാലിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം പഴയ കാലത്ത്. ഇപ്പം അയ്യങ്കളയൊന്നുമില്ല, അതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങളുടെ ആവശ്യമൊന്നും ആർക്കില്ല. അതുപോലെ തന്നെ ഒരു മമ്മട്ടിയുടെ ആവശ്യം വരുന്നുള്ളൂ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ വെട്ടോത്തിയോ ഇരുമ്പോ ഒക്കെ ഈ കടകളിലൊക്കെ വാങ്ങാൻ വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ വില കുറച്ച് കിട്ടുകയും ചെയ്യും. അത് മേടിച്ചൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ അത്യാവശ്യം ചില ആളുകൾ ഞങ്ങളെപ്പോലുള്ള കൊല്ലന്മാരെ കൊണ്ട് പണിയിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകളുണ്ട്. നല്ല സാധനം. അപ്പോൾ അവർ വരും, അവർ പറയുന്ന മുറയ്ക്ക് അതെല്ലാം ചെയ്ത് വൃത്തിയായിട്ട് കൊടുക്കും. എനിക്കൊന്ന് ഈ കടകളിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളൊക്കെ ഈ കല്ലിലൊക്കെ തട്ടുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു പോകാറുണ്ട്. അതൊക്കെ അങ്ങനെയല്ലയോ, അപ്പം നോക്കി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അതങ്ങനെ പറ്റുന്നത്. പക്ഷേ സാറത് കൃത്യമായിട്ട് കാച്ചി പഴുപ്പിച്ച് അടിച്ച്. അതെ. ഇരുമ്പ് വാങ്ങിയിട്ട് നമ്മൾ ഉരുക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഒലയിൽ
പഴിപ്പിച്ചടിച്ച് അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന പണിയാണ്. ഒരു മമ്മട്ടി ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുക്കും? ഒരു മമ്മട്ടി ഉണ്ടാക്കാൻ ഒരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും. ഒരു ദിവസം ഒരെണ്ണം ഉണ്ടാക്കാം 3-3.5 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും ഉറപ്പായിട്ടും എടുക്കും. തൂമ്പയൊക്കെ ഉണ്ടാക്കാനെടുക്കും. മമ്മട്ടി അല്ല, ഈ വെട്ടുകത്തിയൊക്കെ ഉണ്ടാക്കും? എല്ലാം ഉണ്ടാക്കും. പിന്നീട് സാധനമുള്ളത് എന്താ? കൃഷിയാണ്. എന്തൊക്കെയാണ് കൃഷി? എനിക്ക് എല്ലാത്തരം കൃഷികളും ഉണ്ട്. ചേന, ചേമ്പ്, കാച്ച് എല്ലാത്തരം കൃഷികളുണ്ട്. ഇഞ്ചി, മഞ്ഞൾ എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ നെൽകൃഷിയുണ്ട്. ഒരു 4-4.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട് എനിക്ക്. എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാം ചെയ്യും. സാർ ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നു, അതിനുശേഷം പിന്നെ സ്കൂളിൽ ജോലി കിട്ടി. ആ ഒരു അധ്യാപകനായി ഗവൺമെൻറ് സർവീസിലേക്ക് കയറിയപ്പോൾ സാറിന് ആ ഒരു സുഖം, അതായത് കൃത്യസമയത്ത് ശമ്പളം കിട്ടുന്നു, അപ്പോൾ ഇതൊന്നും വേണ്ട, എനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടായി എന്നൊരു തോന്നലുണ്ടായില്ല? എനിക്കങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കത് അങ്ങനെ ആകാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ശമ്പളം അത് വേറെ കാര്യങ്ങൾ. ഇതെന്ന് പറയുമ്പം വേറിട്ട് നിൽക്കുന്നൊരു കാര്യം. ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം വേണം. ഇതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അതിൽ നിന്നും വേറിട്ട് ചിന്തിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് കഴിയത്തുമില്ല. ഇതൊന്നും ഇല്ലാതെ എൻ്റെ ഒരു ദിവസം ഇതൊന്നും ഇല്ല, പിന്നെ നമ്മളില്ല. അതാണ് പ്രശ്നം. ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ സഹപ്രവർത്തകരുടെ കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണം എല്ലാം സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷം. എന്നെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. കുട്ടികൾ സാറിൻ്റെ കൃഷിയും പശുക്കളെയൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ വീഡിയോ കാണും. പല വീഡിയോകൾ അവർ കണ്ടിട്ടുണ്ട്. വന്നിട്ട് അവരെല്ലാം ചോദിക്കും, പശുക്കളൊക്കെ എങ്ങനെയാണ് സാർ, സുഖമായിട്ട് നിൽക്കുന്നതെന്നൊക്കെ. ചില ആളുകൾ വന്ന് സാറിൻ്റെ പശുക്കളൊക്കെ സുഖമായിട്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും പിള്ളേർ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷവും നിർവൃതിയാണ്. നമ്മൾ ഒരാളെങ്കിൽ വീട്ടിലാരൊക്കെ ഉണ്ട്? അവരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? എനിക്ക് എൻ്റെ ഭാര്യ, അവർ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിലെ ജൂനിയർ സൂപ്രണ്ടാണ്. ഒരു മകളേ ഉള്ളൂ. BSc 3rd സെമസ്റ്റർ ഫിസിക്സ് മെയിനിൽ ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. ഞാനും എൻ്റെ ഭാര്യയും ഒരു മകളും. ഇതാണ്. മക്കളൊക്കെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അവർക്കൊക്കെ ഓരോരോ ചുമതലകളുള്ളവരല്ലേ. ഭാര്യയ്ക്ക് രാവിലെ വീട്ടുകാര്യം നോക്കിയിട്ട് അവർക്ക് ജോലിക്ക് പോകേണ്ട തിരക്കുണ്ട്, മകൾക്ക് പഠിക്കാൻ പോകേണ്ട തിരക്കുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെയൊന്നും ഞാൻ ഇതിലേക്ക് വലിച്ചഴിക്കാറില്ല. അവർക്കുണ്ട്. പിന്നെ എതിർപ്പൊന്നുമില്ല. അത്രയും ഒരു കാര്യമുണ്ട്. സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിർത്തിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പുരസ്കാരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ചോദ്യമല്ലേ തെറ്റാണോ? കുറച്ച് കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് കിട്ടിയത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അംഗീകാരം, ഒരു AEO ലെവലിൽ എനിക്കൊരു അംഗീകാരമൊക്കെ തന്നായിരുന്നു. നല്ല കൃഷിക്ക് വേണ്ടിയിട്ട് എന്ത്? കൃഷി നമ്മുടെ പിന്നെ കൃഷിഭവൻ എന്നെ ആദരിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓരോന്ന് പറയുക പോലെ. റിട്ടയർമെൻറ്റ് എന്താണ്? 2025 മെയ്യിലാണ് റിട്ടയർമെൻറ്റ്. അതിനുശേഷം മുഴുവൻ സമയം അതിനുശേഷം കുറേ കൂടെ സന്തോഷത്തോടെ അപ്പോൾ എനിക്ക് സമയം ഉണ്ടാവുമല്ലോ ഇതൊക്കെ നോക്കാനും കാണാനും ഒക്കെ. അപ്പം ഇതുപോലൊക്കെ തന്നെ പോവും. നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ളവിടം വരെ പോട്ടെ എന്നുള്ള കരുതലാണ്, അല്ലാതൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെ ആരോഗ്യ സമ്പത്ത് അളവറ്റ ഭാഗ്യം എന്ന് പറയുന്നത് പോലെ നമുക്ക് ആരോഗ്യം നിൽക്കുന്നിടത്തോളം കാലം വരെ നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ. ആ ഘട്ടം വരെ ഇതൊക്കെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം. അല്ലാത്ത പക്ഷം നമുക്കൊന്നും പറ്റില്ല. ഈ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ അസുഖങ്ങളൊന്നും വരില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ എന്താണ് ആ ഒരു അനുഭവം? എനിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ശരീരം വഴങ്ങണം. എനിക്കിനി അറിയേണ്ടത് സാറിൻ്റെ തൊഴുത്തിനെ പറ്റിയിട്ടാണ്. നമുക്ക് തൊഴുത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ നമ്മൾ സാറിൻ്റെ ആ ഒരു പഴയ എഴുത്തിലെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്, അല്ലേ സാറേ? അത് കാലിത്തൊഴുത്തെന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പറയും. അപ്പോൾ സാറേ, ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഇത് എനിക്കിപ്പം 55 വയസ്സ് കഴിഞ്ഞു. എന്നേക്കാൾ മുമ്പേ 55 വർഷത്തിന് 1-2 വർഷത്തിന് മുമ്പേ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മയായ കാലം മുതലുണ്ട് ഇത്. സാധാരണ ഈ എഴുത്തിൽ ഈ കിഴക്കൂന്ന് പടിഞ്ഞാറോട്ടായിരിക്കുമല്ലോ ദർശനം, അതായത് ഈ പശുക്കളെ കാണണം അങ്ങനെ. അത് പഴയ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. എല്ലാ വീടിനോടും വീടിൻ്റെ പിന്നെ ഫ്രണ്ട് അതിന് അഭിമുഖമായിട്ടാണ് എഴുത്തിൽ പണിയുന്ന പഴയ ആളുകൾ. എൻ്റെ വീട് ഇപ്പം പുതിയ വെച്ച് ഇത് തെക്കോട്ട് നിന്നാണ്. പഴയ വീടും തെക്കോട്ടാണ്. അപ്പോൾ അതിന് അഭിമുഖമായിട്ടാണ് ഈ എഴുത്തിൽ വെച്ചത്. ഇത് പഴയ അഭിമുഖമായിട്ട് അന്നങ്ങനെ എല്ലാവരും അങ്ങനെയാണ്. കന്നാലികളെ പരിപാലിക്കുന്ന എല്ലാവരും അവർക്ക് കണി കൊണ്ട് ഉണരണം. അത് അവരുടെ ഒരു ശീലമായിരുന്നു. അത് അങ്ങനെ. പിന്നെ ഇപ്പം പുതിയ വീട് വെച്ചപ്പോൾ കിഴക്കോട് ഈ എഴുത്തിൽ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അതിനെന്തും സംരക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്
തെക്കോട്ട് വയ്ക്കാതെ ഇത് കിഴക്കോ ദർശനമാക്കി വെച്ചത് അതുകൊണ്ട് മാത്രമാണ്. ഈ എരുത്തിൽ നിലനിർത്തണം, അതുകൊണ്ട് മാത്രമാണ്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ എന്തൊക്കെയാണ്? ഇത് തൂമ്പയാണ്. അതെല്ലാം പഴയ കാർഷിക ഉപകരണങ്ങളാണ്. മമ്മട്ടി, കുന്താലി, അതുപോലെ പല്ലിയെരുപ്പ്, മരക്കലപ്പ, മരം, അങ്ങനെയുള്ള പഴയ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ്. അതൊക്കെ ഇതിനോടൊക്കെ വല്ലാത്ത വൈകാര്യം ഇതിൻ്റെയൊക്കെ മഴയെ പിടിച്ച് നടന്നിട്ടുള്ളത് കൊണ്ടും ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഞാനിതെല്ലാം. മറ്റേ ഈ പൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു ചെരുപ്പ് വലിയോ അങ്ങനെ ചെരുപ്പ് ഇതായിരിക്കുന്നതാണ് ചെരുപ്പ്, കെട്ടി വെച്ചൊരു ചെരുപ്പാണ്. ഞാനിതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത്. അത് മണ്ണ് നിരത്തുന്നതിന് തടിച്ചെരുപ്പ് നമ്മൾ കാളെ കെട്ടിയിട്ട് അതിൻ്റെ പിന്നെ ഭാരത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ചെരുപ്പേയിരിക്കും കാള കെട്ടി വലിച്ച ഈ ചെരുപ്പിലും കയറി ഇരുന്നിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ട്രാക്ടറിന്റെ പുറയിലും ഇതുപോലെ അതിലും ഞാൻ കയറി അത്യാവശ്യം കയറിയിരിക്കുക. പിന്നെ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, ചക്രം ചവിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചക്രം ഞാൻ ചവിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം, ചക്രം ചവിട്ടാൻ അറിയാം നന്നായിട്ട്. ചക്രമൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. ഇത് കാങ്കയം പശു എന്ന് പറയും. തമിഴ്നാട്ടിലെ കാങ്കയം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ കാണുന്നതാണ്. അവരിന്നും സംരക്ഷിക്കുന്ന ഒരു ഇനമാണ് കാങ്കയം. കാരണം കണ്ടു കഴിഞ്ഞാൽ ഈ കാളയെ പോലെ ഉണ്ട്. അത് ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകതയുണ്ടല്ലോ, ഓരോ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവരുടെ ആൺകുട്ടികളെയാണ് അവർ ജല്ലിക്കെട്ടിന് തയ്യാറാക്കി ഇറക്കുന്നത്. വളരെ ഭയങ്കര ഔഷമ്യമുള്ള മാടുകളാണ് ആൺകുട്ടികൾ. അപ്പം ഇത് ആ പശുവാണ്. ഇതിനൊരു പിന്നെ ഒരു തലക്കറ ഇപ്പോൾ 3-4 മാസം ഗർഭിണിയാണ്. ഇപ്പം ഒരു 4-4.5 ലിറ്റർ പാൽ എനിക്ക് തരുവുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പശുക്കളിൽ ഒന്ന്. മാല, കാട്ടുവള, ഇതെല്ലാം നമുക്കിതൊക്കെ അറിയാമല്ലോ. കാട്ടുവള ഉണ്ടാക്കണമെന്ന് നമ്മൾ ആരെയും ഉണ്ടാക്കണം, നമുക്കിതന്നെ അറിയാമല്ലോ. സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ ചെയ്തിരുന്നത്. അത് ഏലസും ഒക്കെ ഇതെല്ലാം എൻ്റെ നിർമ്മാണമാണ്. അതൊക്കെ മനസ്സോടുകൂടി തന്നെ ഉണ്ട്. അതെ. ഇനിയിപ്പോൾ അവർക്കൊരു ചടങ്ങുണ്ട്. അവർക്കൊരു മാലയും കട്ടുകളൊക്കെ ഇടും. പുതിയ ആൾ വന്നു ഇന്നലെ 28 ഇട്ടൊക്കെ അവൾ പണ്ട് പറയത്തില്ല. അതുപോലെയൊക്കെ അവർക്ക് എല്ലാവർക്കും ചെയ്യും ഞാൻ. എണ്ണയൊക്കെ തേക്കുമ്പോൾ അതങ്ങനെ നിർത്തും. കണ്ണൊന്നും എഴുതത്തില്ല. ഇപ്പം ഇല്ല, നമ്മളിതിനെ എപ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് അത്തരം പരാതങ്ങളൊന്നും വന്നതിൻ്റെ ശരീരത്തിൽ ഇരിക്കാറില്ല. വന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഇപ്പം നമുക്ക് അതിനെയൊക്കെ അങ്ങനൊന്നും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ഈച്ചയും കൊതുവെന്നൊക്കെ പറയുന്നത് അതൊക്കെ അവർ വാലാട്ടിയൊക്കെ കുറേ കളയും. അടുത്ത ബ്രീഡിന് ഇത് കൃഷ്ണ പശുവാണ്. ഇവള് ഭയങ്കര അനുസരണയുള്ളതാണ്, പറയുന്നത് പോലെ കേൾക്കും. അതാണ് ഇവിടെ ഒരു പ്രത്യേകത. മാർച്ച് മാസം 5-ാം തീയതി, കഴിഞ്ഞ 5-ാം തീയതി രാത്രി ഒരു 12:40 ആയപ്പോഴും പ്രസവിച്ചു. പെൺകുട്ടിയാണ്, അവിടെ നിൽക്കുന്നു. അവിടെ അതിനെ കാണാഞ്ഞാട്ട് ഇങ്ങനെ താളം ചവിട്ടുന്നത്. നല്ല പശുവാണ്. ഒരു 5 ലിറ്റർ പാൽ എനിക്ക് കിട്ടും രാവിലെ. ഇത് വേറെ, ഇത് കൃഷ്ണപശു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത്. നല്ല കൊമ്പാണ്. ഇത് തഞ്ചാവൂർ ആ ഭാഗത്തൊക്കെ കാണുന്നതാണ്. ഇവർക്കെല്ലാം ഇവരുടെ നിറം വെച്ചൊക്കെ ഒരു പേരൊക്കെ അങ്ങ് ഇടത്തതേ ഉള്ളൂ. അല്ലാതെ അവർക്ക് അങ്ങനെയുള്ള പേരൊന്നും ഞാൻ അങ്ങനെ വെള്ള കൊമ്പി ഇങ്ങനെയൊക്കെ ഓരോ ഉണ്ടല്ലോ, കൊമ്പി അങ്ങനെയൊക്കെ ഇടും. അവർക്കതൊക്കെ അറിയാം. എന്നെ നമ്മൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴെല്ലാം കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകളി. ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ഭയങ്കര കണ്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഞാൻ വരുമ്പോഴേ എൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന്. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത് സാധാരണ ഈ മാലയൊക്കെ നമ്മളൊക്കെ ഇടുന്നതാണ്, പക്ഷേ ഈ കാലയിട്ട് കാൽത്തള കണ്ടില്ലേ? അപ്പോൾ ആ കാൽത്തളയൊക്കെ സാറ് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടാ അല്ലേ? അതെ, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട്. ഇതുകൊണ്ട് ഇതിൻ്റെ റാഡ് വാങ്ങിയിട്ട് അത് നമ്മുടെ ഒലയിലിട്ട് കാച്ചി മയപ്പെടുത്തി അത് വളയ്ക്കും. നമ്മൾ ഇതിന് വളച്ച് ഇടുന്നതാണ്. പിന്നെ വലിയ പ്രയാസം പാല് പിഴിയാൻ ആരെങ്കിലും വരുമോ? സാധാരണ ഇതെല്ലാം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന. കറവയൊക്കെ വേറെ ആർക്കും അങ്ങനെ നിന്നു കൊടുക്കത്തുമില്ല. ഒരു കറവക്കാരനെ വെച്ചാൽ പോലും അവരങ്ങനെ നിൽക്കില്ല. ഇവളൊന്നും നിൽക്കത്തതേ ഇല്ല. കയ്യൊന്ന് കാണിച്ചേ. എൻ്റെ കയ്യിൽ ഇപ്പം തഴമ്പ് കുറവാണ്. പാലയില് തഴമ്പായിരുന്നു മൊത്തം. ഈ പാല് പിഴിയുമ്പോൾ കൈ ഇങ്ങനെ പൊട്ടുന്നൊരു അതൊന്നുമില്ല. നമ്മൾ ഇപ്പം അതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതൊക്കെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഈ കറവക്കാരിലൊക്കെയാണ് സംഭവിക്കുന്നത്. അവർ 10-20 പശുക്കളെ കറക്കുന്നവരാണ്. അപ്പോൾ അവർക്കിതൊക്കെ സംഭവിക്കും. നമ്മൾ 1-2 പശുക്കളെ കറക്കുമ്പോൾ എന്തോ ഒന്നുമില്ല. എന്നാൽ ഹള്ളിക്കർ എന്ന് പറയും. ഹള്ളിക്കർ ഇത് കർണാടകയുടെ സംസ്ഥാനത്തെ എവിടെയും കാണുന്ന പശുവാണ് ഹള്ളിക്കർ എന്ന് പറയുന്നത്. ഇത് ആ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും നമുക്കിതിനെ കാണാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ മൈസൂർ രാജവംശം പഴയ ആ രാജവംശം അംഗീകരിച്ച 2 ബ്രീഡുകളുണ്ട്. ഒന്ന് അമൃതമഹൽ എന്ന് പറയും, മറ്റൊന്ന് ഹള്ളിക്കറാണ്. ഇവരുടെ കുട്ടികളെയാണ് അവിടെ ഉഴവിനൊക്കെ ആയിട്ട് എടുക്കുന്നത്. വളരെ എന്ത് കട്ടിപ്പണിയും
അത് ചെയ്തിരിക്കും. അങ്ങനെ നല്ല മനസ്സാണ് ഇതിൻ്റെ മക്കൾക്ക്. അതുകൊണ്ട് നമ്മളും കർണാടകയിലൂടെ ഈ സംസ്ഥാനത്തൂടെ ഏത് പ്രദേശത്തൂടെ സഞ്ചരിച്ചാലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഞാൻ ഈ പിന്നെ ടൂറിനൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തൊരു സന്തോഷകരമായ കാഴ്ചയാണെന്നറിയാം അവിടെ കാണണ്ട. ഇതാണ് ആ പശുവിൻ്റെ പ്രത്യേകത. ഇവക്കൊരു 2 ലിറ്റർ പാൽ. കുതിരയുടെ മുഖം പോലെ അതങ്ങനെ ഇത് കർണാടകയുടെ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വന്നത്. ഇതിൻ്റെ കൊമ്പ് കുറേ കൂടി ഇങ്ങനെ അടുത്തിരുന്നതാണ്. ഞാൻ പിടിച്ച് വളച്ച് പതുക്കെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഇല്ലെങ്കിൽ ഇങ്ങനെ നേരെ നിൽക്കുമായിരുന്നു, അടുത്ത് നിൽക്കുമായിരുന്നു. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒറിജിനൽ വെച്ചൂർ പശു എന്ന് പറയും. 2.5 വയസ്സ് പ്രായമായി വെച്ചൂർ പശു. ഇത് നമ്മുടെ 2.5 വയസ്സുണ്ട്. എത്ര വയസ്സാകുമ്പോഴാണ് ഇവരൊക്കെ ഹീറ്റ് ആവുന്നത്? 2.5 വയസ്സൊക്കെ ആകുമ്പോഴാണ്. സാറിന് ഇതിൻ്റെ ഗർഭപാത്രമൊക്കെ ഗർഭധാരണത്തിന് തയ്യാറാവുന്ന ഒരു 2-2.5 വയസ്സൊക്കെ ആവും. നാടൻ പശുക്കളുടെ. ഇംഗ്ലീഷ് പശുക്കളുടെയൊക്കെ ആണെങ്കിൽ ഒരു 18 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് മതലക്ഷണം കാണിക്കും. അതിനെ അങ്ങനെ കുത്തിവെച്ചിട്ട് അങ്ങനെ പോകും. ഇതങ്ങനെ മതലക്ഷണമൊന്നും കാണിക്കില്ല. ഒരു 2-2.5 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇവർ ആ ലക്ഷണം കാണിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ കാസർഗോഡുള്ളതിൻ്റെ വെച്ചുവിൻ്റെയൊക്കെ മിക്കവാറും ഉള്ള സെവൻ ഇപ്പം നമുക്ക് അവൈലബിളാണ്. KLD ബോർഡിൻ്റെയൊക്കെ നമുക്ക് കിട്ടും. നമ്മളത് നേരത്തെ അവരോട് പറഞ്ഞു വയ്ക്കണമെന്ന്. അവരുടെ ആ ടൈമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റൊക്കെ കുറിച്ച് വെച്ചിട്ട് അടുത്ത മാസം ആ ഡേറ്റോട് അടുപ്പിച്ച് അവരോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് ചെയ്തു തരും. അതിനൊക്കെ ഒരുപാട് പൈസ 500 രൂപയൊക്കെയാണ് ഇപ്പോൾ അത് വന്ന് ചെയ്തു തരുന്നത്. ഇത് വില കൂടുതൽ. അവരങ്ങനെ എല്ലാവർക്കും ഇത് സാധാരണ എല്ലായിടത്തും വേണ്ടല്ലോ. വളരെ അപൂർവമായിട്ടുള്ള ഇത് വേണ്ടി വരികയുള്ളൂ. അതുകൊണ്ട് അവർ എടുത്ത് വയ്ക്കില്ല, സ്റ്റോക്ക് ചെയ്ത് വയ്ക്കില്ല. നമ്മൾ പറഞ്ഞാൽ അവർ എടുത്ത് വെച്ച് ചെയ്തു തരും. അതാണ്. അപ്പോൾ അവർക്ക് 500 രൂപ കൊടുക്കേണ്ടി വരും. വെച്ചൂർ പശുവിന് സാധാരണ ഒരു 2-2.5 ലിറ്റർ പാൽ വരെ പരമാവധി കിട്ടും. അതിൽ കൂടുതലൊന്നും കിട്ടില്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പാൽ, ഒരു വെച്ചൂർ പശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ പാൽ മതിയാവും ഒരു വീട്ടിലേക്ക് ഒരു ദിവസത്തേക്ക്. അത് ചായ ആയാലും പാൽ അത് തൈരാക്കാം, അത് മോരാക്കാം. പറഞ്ഞ് മനസ്സിലായില്ലേ? അതൊരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പ്രത്യേകിച്ച് തീറ്റ ചിലവും വേണ്ടി വരില്ല. ഒരെണ്ണമേ ഉള്ളെങ്കിൽ വീട്ടിലുണ്ടാകുന്ന കാടിയും കഞ്ഞി അല്പം ശകലം പോച്ച കുറച്ച് ആഹാരമൊക്കെ മതി. അത് കൊടുത്തവരെയൊക്കെ ഒരാളിനെയൊക്കെ നിർത്താൻ പറ്റും. പക്ഷേ നമുക്കിതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷീരമേഖല നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ പാൽ ഇപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല കേരളത്തിൽ. അന്യ സംസ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തികയുന്നില്ല. അപ്പം നമുക്കിതിനെയൊക്കെ അങ്ങോട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. നാടനെ വളർത്തു നാട് നന്നാക്കുക എന്ന് പറയുന്ന ഗാന്ധിയൻ സിദ്ധാന്തമൊന്നും ഇപ്പം നടക്കില്ല. അതാണ് പ്രശ്നം. ഇത് പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനിതൊക്കെ ചെയ്യുന്നു. ഔഷധ ഗുണമുണ്ടല്ലോ ഇതിൻ്റെ പാൽ. ഔഷധ ഗുണം ഇത് ഞാൻ പറഞ്ഞില്ലേ. ഇവർക്ക് കൃത്രിമ ആഹാരം ഒന്നും കൊടുക്കില്ല. പോച്ച, കച്ചി, പിന്നെ അരിത്തവിട്, പഴയ പുളിയരിപ്പൊടി, പിന്നെ ഗോതമ്പിൻ്റെ തവിട്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തൊരു മിശ്രമാണ് കൊടുക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ കാളയാന്ന് എല്ലാവരെയും കണ്ടത്. ഇത് രാജസ്ഥാൻ ഥാർ പാർക്കർ എന്ന് പറയും. രാജസ്ഥാനിൽ കാണുന്ന വലിയ പശുവാണ് ഥാർ പാർക്കർ. വലിയ ഉൽപ്പാദന ഇനി പിന്നെ ഇത് വല്ലാതെ വളരുന്ന പശുവാണ്. പിന്നെ ഇതിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ ഒക്ടോബർ 6-ാം തീയതി 1 വയസ്സായതേ ഉള്ളൂ. 2022 ഒക്ടോബർ 6-നുള്ള 11:30-ക്കുള്ളതാണ്. 23 കഴിഞ്ഞപ്പോൾ 1 വയസ്സായി. 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അറിയാം. അവരുടെ നാളൊക്കെ ഉൾപ്പെടെ അറിയാം എനിക്ക്. പിന്നെ ബർത്ത്ഡേക്കൊക്കെ ഒരു പരിഗണന കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് വെള്ള തപ്പിയൂർ വെള്ളയല്ലേ ഇത്. രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ വലിയ തോതിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിലും കാലാവസ്ഥയിലും എത്രത്തോളം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതെല്ലാം വളർന്ന് വലുതായി നമ്മൾ ഇതെല്ലാം എവിടുന്ന് പോയി വാങ്ങുന്നത്? ഇതിനെ ഇവിടെ കുത്തിവെച്ചുണ്ടായതാണ്. ഇത് സഹ്യവാളെന്ന് പറയും. സഹ്യവാളെന്ന് പറയുമ്പോൾ അവ്യക്ത ഭാരതത്തിലെ ഒരു പ്രദേശമാണ്, ഒരു ജില്ലയാണ്. ഇന്ന് പാകിസ്ഥാനിലെ ഒരു ജില്ലയാണ് സഹ്യവാൾ. അവിടെയൊക്കെ കണ്ടുവരുന്ന ഇന്ത്യൻ സാധനം തന്നെയാണ്. വിഭജിച്ച് പോയപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായി മാത്രം. അപ്പോൾ അവിടെയൊക്കെ കാണപ്പെടുന്ന പശുവാണ് അതിൻ്റെ ഇതൊക്കെ അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ സാഹചര്യത്തിൽ ഉണ്ടാവും. ഇവിടെ പിന്നെ നമുക്ക് കിട്ടുന്നത് മതി. വ്യത്യസ്തമായ ബ്രീഡുകളെ ഇവിടെ വളർത്തിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് ആള് കൊള്ളാലോ. ഇത് പുങ്കന്നൂർ പശു. ഇത് വളരത്തില്ല, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. കാരണം ജനുവരി 29 തീയതി 2023 ജനുവരി 29 തീയതി 5:40 ഉള്ളൂ. 5:15 5:20 ആയപ്പോൾ പ്രസവിച്ചതാണ്. വെളുപ്പിനെ പുങ്കന്നൂരാണ്, പ്യുവർ പുങ്കന്നൂർ. ഇത്രയേ ഉള്ളൂ. അത് 1 വയസ്സ് കഴിഞ്ഞു. ഫെബ്രുവരി മാർച്ച് 1 വയസ്സും 2 മാസവും കഴിഞ്ഞിരിക്കുകയാണ് അവൾ. 2 മാസമായി. അപ്പോൾ ഇത്രയേ വളരെയേ ഉള്ളൂ. ഏറ്റവും ചെറിയ പശുക്കളാണ് ഈ പുങ്കന്നൂർ പശു എന്ന് പറയുന്നത്. ഇത് വളരെ ചെറുതാണ്. ഇത്രയൊക്കെ ഇത് നമ്മുടെ വെച്ചൂർ പശുവിനെ പോലുള്ള ഔഷധ ഗുണമുള്ള പാലാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം അങ്ങനെയുള്ള പാലല്ലേ, വ്യത്യസ്തമായ പാലാണ് ഇതിൻ്റെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് എവിടുന്നാണ് കൊണ്ടുവന്നത്?
ഇതിനെ ഞാൻ കുത്തിവെച്ചെടുത്ത് എൻ്റെ അമ്മ ഒരാൾ ചോദിച്ചപ്പോഴേക്ക് ഞാൻ കൊടുത്തു. ഇത് പിന്നെ കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അതിനെ കൊടുത്തു. ഒരാൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ ആഗ്രഹിച്ച് വരുമ്പോൾ നമ്മൾ ഒരുപാട് വിലയുള്ള ആളാണ്. വലിയ വിലയുള്ളതാണ്, വലിയ വിലയാണ്. ഇതെല്ലാം വലിയ വിലയുള്ളതാണ്. 10,000-40,000 മുകളിലോട്ടൊക്കെ ഉള്ളതാണ്. ഇത് കാങ്കേയം പശുവാണ്, പശുവിൻ്റെ കുഞ്ഞാണ്, തമിഴ്നാട്. അതിൻ്റെ കുട്ടിയാണ്, ഒറിജിനൽ കാങ്കേയം പശുവാണ്, പെൺകുട്ടിയാണ്. നല്ല പശു, നല്ല ലക്ഷണത്തെ. ഇതിനെല്ലാം ലക്ഷണത്തിക്കുണ്ട്. പഴയ ആളുകൾക്ക് ലക്ഷണമുണ്ട്. കന്നാലികളെ വീട്ടിൽ നിർത്തുന്ന കന്നാലിക്ക് ലക്ഷണമുണ്ട്. ഓരോരോ ലക്ഷണങ്ങളുണ്ട്. ഓരോ മാടിനും, വീട്ടിൽ നിർത്തുന്ന മാടിന് ലക്ഷണങ്ങളുണ്ടായിരുന്നു. പഴയ ആളുകൾ പറയും. ഈ ചുഴികളുണ്ടല്ലോ, ഇവിടുത്തെ ചുഴി, ചുഴി ഇവിടെ, ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുമ്പോഴും ഈ ഉപ്പുടിയിൽ നിന്ന് ഒരു സുഷിയുണ്ട്. ഒരു സുഷ, അങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങളുണ്ട്. പിന്നെ കാലിൽ കയ്യിലുമൊക്കെ ഉണ്ടാകുന്ന സുഷിയൊക്കെ അത് ലക്ഷണം, അശുഭലക്ഷണം അതൊക്കെ കാലിൽ. പിന്നെ അതിൻ്റെ ഇത് ഈ സെൻട്രലിലോട്ട് മാറി കിടന്നാലും അതും ശരിയല്ല. ആ സുഷി എന്ന് പറയുന്നത് കുറേ കൂടെ പുറമോട്ട് മാറി കിടന്നാലും അത് ലക്ഷണമില്ല, അത് ഐശ്വര്യക്കേടാ. എന്നാൽ പഴമക്കാർ കുറച്ചൊക്കെ അറിയാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പഴയ ആളുകളൊന്നും വീട്ടിൽ നിർത്തില്ല അത്തരം കന്നാലുകൾ. ഇതിന് അന്നത്തെ ലക്ഷണം ഇത് മാലെന്ന് മാൽ ലക്ഷണം മാലെന്നാണ്. ചന്ദനമാല് ചുവന്നു അങ്ങനെ പറയും. ഇത് അവിടെ ഒരാൾ നമ്മളങ്ങനെ കാത്ത് നിൽക്കുകയാണ്. നിങ്ങളിത് എന്താ? ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ കാസർഗോഡ് കുള്ളൻ. ഇപ്പം ആഗസ്റ്റ് 21 കുത്തിവയ്പ്പിച്ചു. ഇതിപ്പോൾ 6-7 മാസമായിട്ട് ഗർഭിണിയാണ്. ആഗസ്റ്റ് 21 ഉള്ള കുത്തിവെച്ചത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അവസാനം പ്രസവം ഉണ്ടാവും. മെയ് ഒരു 27-28 പ്രസവിക്കാൻ സാധ്യത. നമ്മുടെ പാവം കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, നല്ല മര്യാദകാരിയാണ്, ഒരു ശല്യമില്ല, ഒരു നല്ലതാണ്. എനിക്ക് അതിൻ്റെ എല്ലാ ലക്ഷണം നമ്മൾ നോക്കും. കുറേ ലക്ഷണങ്ങളുണ്ട്, അതെല്ലാം നോക്കും. സുഷികളൊക്കെ നോക്കും. നാടൻ പശുക്കൾ ഇപ്പോഴത്തെ പിന്നെ ഈ സങ്കരയിനം പശുക്കളൊന്നും അതൊന്നും ആരും നോക്കാറില്ല. അത് പ്രശ്നമൊന്നുമില്ല, പാല് മാത്രം മതി. ഈ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ എല്ലാ വീടുകളിൽ നിന്നിരുന്ന നാടൻ കന്നാലികളിലെ പഴമക്കാരെല്ലാം ഈ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടാണ് വീടുന്നത്. അതൊക്കെ ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടിരുന്നു. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറേ അറിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരോടൊക്കെ അടുത്ത് നിന്ന് കുറേ കാലം ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട്. അപ്പം സാറിൻ്റെ അച്ഛനും ഇതേപോലെയൊക്കെയുള്ള ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. അപ്പന്മാർ ഇരുമ്പുപണി കൊല്ലപ്പണിക്കാരായിരുന്നെങ്കിലും അവർ ഈ കാർഷിക മേഖലയായിട്ട് വളരെ അടുത്ത് നിന്ന് ജീവിച്ചവരാണ്. ഇതിനേക്കാൾ കൂടുതൽ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തവരാണ് പഴയ കാലത്ത്. പണ്ട് മുതലേ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. കലപ്പയും കാളവണ്ടി ഇതെല്ലാം കണ്ടും കേട്ടും കൂടെ കൊണ്ടുകിടന്ന് പഠിപ്പിച്ചതെല്ലാം പഠിപ്പിച്ച് തന്നു. ഇതെല്ലാം കൊണ്ടുകിടന്ന് ഞങ്ങളെ കൂടെ ഒപ്പം കൂട്ടി പഠിപ്പിച്ചതാണ് ഇതൊക്കെ കാര്യങ്ങളെല്ലാം. ഏതെങ്കിലുമൊക്കെ നിലയിൽ ജീവിക്കട്ടെന്ന് കരുതി കാണും അവർ. മാതാപിതാക്കളുടെ ഒരു പുണ്യമാണ്. മാതാപിതാക്കൾ നമ്മളെ എങ്ങനെയാണോ വളർത്തുന്നത് ആ രീതിയിലായിരിക്കും നമ്മളും വരിക. മണ്ണിനെ അറിഞ്ഞ് വളരുക, പ്രകൃതിയെ അറിഞ്ഞ് വളരുക, അതൊക്കെയല്ലേ ചെയ്യും? തീർച്ചയായിട്ടും അതൊക്കെയല്ലേ വേണ്ടത്. ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതാണ്. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനോട്ട് പോത്തതുമില്ല. ആരോടും ഇതൊന്നും സംസാരിക്കാറേ ഇല്ല. കാരണം ഇന്നത്തെ കാലം അതായി മാറി. അപ്പം പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്നു. ആരെങ്കിലും കണ്ട് അവൻ്റെ വീടും പരിസരമെങ്കിലും വൃത്തിയാക്കി ഇടട്ടെ. നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുന്നു. നമ്മളെ കണ്ട് ആരെങ്കിലും ഒന്നും ചെയ്താൽ എല്ലാവരും ഓരോരുത്തരോടുത്ത് ചെയ്യുമ്പം വലിയ മാറ്റം ഉണ്ടാകത്തില്ല. ഇതിനകത്ത് എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം. കായികമായ അധ്വാനം വേണം, കായികമായി അധ്വാനിക്കണം. ശരീരത്തെ കൂടെ പ്രയോജനപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. ശരീരത്തെ നമുക്ക് തന്നത് ഇതിനെ കൂടെ പ്രയോജനപ്പെടുത്താൻ ഇതിപ്പോൾ നമ്മൾ സൃഷ്ടാവിൻ്റെ ലക്ഷ്യമുണ്ടല്ലോ. ഇന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടൊക്കെ അവർക്കൊരു ഉപയോഗം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഒരു കരുതലുണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും ഇന്ന് ആളുകൾ അവർക്ക് നമുക്കതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താന്ന് പറയും. അതിലും വളരെ പച്ചയായ ഒരു മനുഷ്യനാണ് രഘുത്തമൻ സാറ്. ഉത്തമൻ സാറെന്നാണ് നാട്ടുകാരൊക്കെ വിളിക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു. എന്തായാലും രഘുത്തമൻ സാറിൻ്റെ ആ ഒരു ജീവിത രീതിയൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പശുക്കളോടൊക്കെ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം കണ്ടാൽ തന്നെ അറിയാം ആ മനസ്സിൽ എത്രത്തോളം കരുണയുണ്ട്, സ്നേഹമുണ്ട്. ഈ പ്രകൃതിയെ എത്രത്തോളം അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. സാധാരണ സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മാറ്റിവെച്ച് ഈ സർക്കാർ ഉദ്യോഗം എന്നുള്ളൊരു പവർ കാണിച്ച് ജീവിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. എങ്കിലും കുറച്ച് പേര് നല്ല ആൾക്കാരുണ്ട്. രഘുത്തമൻ സാറിനെ പോലുള്ള കുറേ നല്ല ആൾക്കാരുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, പലരും തലക്കനമൊക്കെ കാണിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവരിലൊക്കെ വളരെ വ്യത്യസ്തനായി മണ്ണിനെ അറിഞ്ഞ് മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും ഇത്തരമുള്ള ആൾക്കാരൊക്കെ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഒക്കെ നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം അന്യം നിന്ന് പോകുന്ന ബ്രീഡുകളെയൊക്കെ എടുത്ത് അദ്ദേഹം ഇവിടെ വളർത്തിയെടുക്കുകയാണ്. പശുക്കളുടെയൊക്കെ
എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് ആശംസകൾ നൽകുകയാണ്. ഇനിയും അദ്ദേഹം റിട്ടയർമെൻറ്റ് അടുത്ത വർഷം റിട്ടയർ ആകുമെന്നാണ് പറഞ്ഞത്. ആ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ കൂടുതൽ കൃഷിയിലേക്കും ഭൂമിയിലേക്കും ഇറങ്ങുവാനുള്ള ഒരു തയ്യാറെടുപ്പിലും ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാർ, എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു മനുഷ്യനെ കാണാൻ കഴിഞ്ഞത്. അതും എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ മനുഷ്യനെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുക? കരുനാഗപ്പള്ളിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.